അതേസമയമായിരുന്നു അവരുടെ നാട്ടിലെ തന്നെ ഒരു നഴ്സറി ടീച്ചർ ആത്മഹത്യ ചെയ്ത കാര്യം രേഖ അറിയുന്നത്. മാത്രവുമല്ല, ആ നാട്ടിലെ തന്നെ ഒരു പയ്യനുമായിട്ട് അവർ പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നതെന്നും അത് അർജുനായിരുന്നു എന്നുള്ള കാര്യവും രേഖ അറിയുന്നു. അതോടെ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ രേഖ അർജുനെ അന്വേഷിച്ച് പോവുകയാണ്. അർജുനുള്ളത് എറണാകുളത്തുള്ള അവന്റെ സെക്യൂരിറ്റിയായ മാമനടുത്താണ്. രേഖ എറണാകുളത്തേക്കും എത്തുന്നു. മാമനടുത്തേക്ക് എത്തുന്ന സമയത്ത് മാമനാണെങ്കിലോ അർജുൻ നിന്നെ ഗർഭിണിയാക്കിയോ പീഡിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ച് അവളോട് മോശമായിട്ട് പെരുമാറുവാനായി നോക്കും. അയാളെ അടിച്ച് തറയിലിട്ട് രേഖ അയാളുടെ മുഖം അടിച്ച് ചതയ്ക്കുന്നു. എന്നിട്ട് അർജുനെയും വിളിച്ചു വരുത്തുകയാണ്. വീട്ടിലേക്ക് എത്തിയ അർജുനോട് നീയാണോ എന്റെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്നും അവൻ മറുപടി പറയുന്നു. അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവൾ നേരെ അവളുടെ കൂട്ടുകാരിക്ക് അടുത്തേക്ക് പോകുന്നത്. അർജുനാണ് അച്ഛനെ കൊന്നതെന്ന സംശയം രേഖയ്ക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. അവനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവനെ കൊന്നുകളയണ്ടേ എന്നതായിരുന്നു രേഖയുടെ മറുപടി. രേഖ വീണ്ടും അർജുനെ വിളിച്ചു വരുത്തുന്നു. രാത്രി ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയാണ്. നീയല്ലേ എന്റെ അച്ഛനെ കൊന്നത്, നീ കൊന്നിട്ടാണോ എന്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുനാണെങ്കിൽ അതിന് മറുപടി പറയാതെ തിരിഞ്ഞോടിപ്പോകുന്നു. അവന്റെ പിന്നാലെ പോയ രേഖ അവനെ അടിച്ചിടുകയും അവനെ ഒരുപാട് തല്ലുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അർജുനാണെങ്കിൽ അവളെ തിരിച്ചു തല്ലുകയും ഞാനാടി നിന്റെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തേക്ക് കയറിയിരുന്ന് അവളെ ശ്വാസം മുട്ടിക്കുന്നു. ഇതുപോലെ ശ്വാസം മുട്ടിച്ചാണ് നിന്റെ അച്ഛനെ ഞാൻ കൊന്നത്, അതിനുശേഷമാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതെന്നും അർജുൻ പറയുന്നു. അതോടുകൂടി ആകെ തകർന്നു പോയ രേഖയാണെങ്കിലോ അവനെ തിരിച്ചു തല്ലുകയും രേഖയെ കുത്തുവാൻ വേണ്ടി കൊണ്ടുവന്ന കറിക്കത്തി അവൾ പിടിച്ചു വാങ്ങിയിട്ട് അവനെ തിരിച്ചുപദ്രവിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ തളർന്നു പോയ അർജുനെ അവൾ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ പണിയായുധം തന്നെ അവൾ ചെത്തിയെടുക്കുന്നു. എന്നിട്ട് അവൾ ഒരു കാര്യം പറയുന്നുണ്ട്. തൂങ്ങി മരിച്ച നഴ്സറി ടീച്ചറില്ലേ, അവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവസാന സമയത്ത് പോലും അവർ നിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന്. സത്യത്തിൽ നമ്മൾ പ്രണയിച്ചിട്ടില്ലല്ലേ, മറ്റുള്ളവർ പ്രണയിക്കുന്നത് കണ്ട് നമുക്കും പ്രണയം തോന്നിയതാണല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ ചതിച്ച കാമുകനിട്ട് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് രേഖ.